സിസ്റ്റമാറ്റിക് തന്നെയാണ് കമ്പനിയിൽ വരുന്ന വർക്ക്. നമ്മൾ അതിൽ ഒരു സിസ്റ്റം എന്ന ലെവലിലേക്ക് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ കറക്റ്റായിട്ട് ആ ട്രാക്കിങ്ങിലൂടെ ആക്കിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് നമുക്ക് ജോബ് കൊണ്ടുവരുന്നു. ക്ലയൻറ്റ് ജോബ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനൊരു സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻസ് ആക്കി നമ്മൾ തിരിച്ചതിന് ശേഷമാണ് ആ ജോബ് കയറുള്ളൂ. ആ വന്നിട്ടുള്ള അതിലെന്തെങ്കിലും കൊറീസ് ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യും. ഡിസൈനർ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും അതിൽ ആദ്യം കൊറീസ് ഉണ്ടോയെന്ന്. കൊറീസ് ഉണ്ടെങ്കിൽ അത് ക്ലയൻറ്റും ടെക്നിക്കൽ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. എത്രത്തോളം അതിൽ കൊറീസ് ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണോ, അവരൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് അവർ ടിക്കറ്റ് സൈൻ ഇട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് അത് ക്ലിയർ ആയിട്ട് പോവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ആ ഡിസൈൻ കൺഫേം ചെയ്തു, ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ ഒരു പ്രോഗ്രാം, അതും ഈ പ്രോഗ്രാം സെക്ഷനിലേക്ക് പോകും. പ്രോഗ്രാമർ ആ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കംപ്ലീറ്റ് ആണോ എന്ന് ആളും അവിടെ ചെക്ക് ലിസ്റ്റിൽ സൈൻ ഇടും. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഓപ്പറേറ്റർ ലെവലിലേക്ക് പോകണം. ഓപ്പറേറ്റർ ലെവലിൽ കറക്റ്റായിട്ട് അത് ചെയ്തതിന് ശേഷം അതിന് നമ്മളൊരു ഇൻചാർജ് ആയിട്ട് ആളുണ്ടായിരിക്കും, അതിന്റെ ക്വാളിറ്റി ചെക്കിങ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കിടക്കുള്ളൂ. ഇതിന് മുന്നേ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ക്ലയന്റിനെ അതായത് ഇൻഫോം ചെയ്യിക്കുകയും ചെയ്യും. ഇന്ന വർക്കിംഗ് ആണ്, ഇത്ര ഇതാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ക്ലയന്റിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യും.